Good morning to all. Today you are given with a question which requires you to find out the annual value of 5 houses of Mr. Anil which are let out for residential purposes. And the question is, Mr. Anil has 5 houses let out for residential purposes as follows. Municipal valuation of the first house property 105, second house property 105, third house property 105, fourth one 105, and fifth house property 105. Fair rental value of the first house property 107, second 107, third house property 107, fourth house property 107, fifth house property also 107. And standard rent for the first house property, it's not applicable. Standard rent is not applicable in the case of first house property. Then it is 88 in the case of the second house property, and it's also 88 in the case of third house property, and it is 135 in the case of fourth house property. It is also 135 in the case of fifth house property. Actual rent received for the first house property is 102, second house property 110, third house property 85, fourth house property 112, and fifth house property is 96. Municipal taxes paid for the first house property is 2, second house property it is 3, and third house property it is 4, fourth house property it is 3, and for the fifth house property it is 2. You are required to find out the annual value of each house property. Okay, this is the question. ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആകെ ആനുവൽ വാല്യൂ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ആനുവൽ വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഗ്രോസ് ആനുവൽ വാല്യൂ എത്രയാണെന്നുള്ളത് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ഗ്രോസ് ആനുവൽ വാല്യൂവിനകത്തുനിന്ന് ഡിഡക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡിഡക്ഷൻസ് കഴിച്ചിട്ട് ബാക്കിയുള്ളതാണ് എന്ത് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരേ ഒരു ഡിഡക്ഷൻ എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യാനുള്ളത് മുനിസിപ്പൽ ടാക്സ് മാത്രമേ ഉള്ളൂ. ആനുവൽ വാല്യൂ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ല ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓരോ ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ മാത്രം കണ്ടുപിടിക്കാനേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആനുവൽ വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആദ്യം ഗ്രോസ് ആനുവൽ വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഗ്രോസ് ആനുവൽ വാല്യൂവിനകത്തുനിന്ന് അൺറിയലൈസ്ഡ് റെന്റ്, മുനിസിപ്പൽ ടാക്സ്, ഈ വക ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. പിന്നീട് കിട്ടുന്നതായിരിക്കും എന്ത് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ആ ആനുവൽ വാല്യൂവിനകത്തുനിന്ന് നമ്മൾ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അല്ലെങ്കിൽ സെക്ഷൻ 24 പ്രകാരമുള്ള ഡിഡക്ഷൻസ് നടത്തുന്ന എന്തിനാണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാനാണ്. ഇവിടെ അതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഗ്രോസ് ആനുവൽ വാല്യൂ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. ഗ്രോസ് ആനുവൽ വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, എക്സ്പെക്റ്റഡ് റെന്റ് കണ്ടുപിടിക്കണം. എക്സ്പെക്റ്റഡ് റെന്റിനെ എന്ത് ചെയ്യണം, ആക്ച്വൽ റെന്റ് റിസീവ്ഡ് എത്രയാണോ അതുമായിട്ട് കമ്പയർ ചെയ്യണം. ഓക്കെ, അതിൽ ഗ്രേറ്റർ വാല്യൂ ഏതാണോ അതായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ഗ്രോസ് ആനുവൽ വാല്യൂ. ആ ഗ്രോസ് ആനുവൽ വാല്യൂവിനകത്തുനിന്ന് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് അല്ലെങ്കിൽ അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ടെങ്കിൽ, ഈ ഫെനി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ലെസ് ചെയ്യുക. അതായിരിക്കും എന്ത് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഗ്രോസ് ആനുവൽ വാല്യൂ ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം, എക്സ്പെക്റ്റഡ് റെന്റ് കണ്ടുപിടിക്കണം. എക്സ്പെക്റ്റഡ് റെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, മുനിസിപ്പൽ വാല്യൂ ഓർ ഫെയർ റെന്റൽ വാല്യൂ എന്ന് പറയുന്ന ആ രണ്ട് വാല്യൂസിനെ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. അതിനകത്തുനിന്ന് വലുതിനെ എടുക്കുക. ദെൻ കമ്പയർ ഇറ്റ് വിത്ത് സ്റ്റാൻഡേർഡ് റെന്റ്, ടേക്ക് ദ ലോവസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസ് നോക്കുക. ദാറ്റ് വിൽ ബി ദ എക്സ്പെക്റ്റഡ് റെന്റ്. ദെൻ കമ്പയർ ഇറ്റ് വിത്ത് ദ ആക്ച്വൽ റെന്റ്, take the highest, that will be the net annual value. അപ്പോൾ ഫസ്റ്റ് കേസ് നോക്കുക. മുനിസിപ്പൽ വാല്യൂ ഓർ ഫെയർ, ആദ്യത്തെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റെന്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ മുനിസിപ്പൽ വാല്യൂ ഓർ ഫെയർ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ എന്ന് പറയുമ്പോൾ 105 ആൻഡ് 107, അത് രണ്ടുകൂടെയും കമ്പയർ ചെയ്യുമ്പോൾ അതിൽ വലുത് എന്ന് പറയുന്നത് 107 ആണ്. അപ്പോൾ ടേക്ക് ഇറ്റ് ആസ് ദ എക്സ്പെക്റ്റഡ് റെന്റ്. ദെൻ കമ്പയർ ഇറ്റ് വിത്ത് സ്റ്റാൻഡേർഡ് റെന്റ്, ടേക്ക് ദ ലോവസ്റ്റ് എന്നാണ്. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കേസിൽ എന്തില്ല, സ്റ്റാൻഡേർഡ് റെന്റ് നോട്ട് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ 107 ഇറ്റ് സെൽഫ് വിൽ ബി ദ
expected rent. Then compare it with the actual rent received. Take the highest എന്നാണ്. അപ്പോൾ 107 must be compared with 102 and the highest will be 107. Then 107 will be the gross annual value. ഫസ്റ്റ് കേസിലെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് 107 ആണ്. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് മുനിസിപ്പൽ ടാക്സ് എത്രയുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അൺറിയലൈസ്ഡ് റെന്റിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ദെൻ ഡിഡക്ട് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ഫ്രം ദ ഗ്രോസ് ആനുവൽ വാല്യൂ, ദറ്റ് ഈസ് 107 മൈനസ് 2. 105 വിൽ ബി ദ ആനുവൽ വാല്യൂ ഇൻ ദ ഫസ്റ്റ് കേസ്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ കേസ് നോക്കുക. ഹൗസ് പ്രോപ്പർട്ടി 2. ഫെയർ റെന്റൽ വാല്യൂ എന്ന് പറയുന്നതും മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കുക. മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് 105, ഫെയർ റെന്റൽ വാല്യൂ എന്ന് പറയുന്നത് 107. നമ്മൾ എക്സ്പെക്റ്റഡ് റെന്റ് കാണണമെന്നുണ്ടെങ്കിൽ മുനിസിപ്പൽ വാല്യൂ ഓർ ഫെയർ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ, അതിനകത്തുനിന്ന് ഹയസ്റ്റ് എടുത്തു. ദെൻ കമ്പയർ ഇറ്റ് വിത്ത് സ്റ്റാൻഡേർഡ് റെന്റ്, ടേക്ക് ദ ലോവസ്റ്റ്, ദാറ്റ് വിൽ ബി ദ എക്സ്പെക്റ്റഡ് റെന്റ്. അപ്പോൾ ഈ കേസിലെ എക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 105 107 കൂടെ നോക്കി. അതായത് മുനിസിപ്പൽ വാല്യൂ ഓർ ഫെയർ റെന്റ് ഹയസ്റ്റ് എന്ന് പറയുന്നത് 107 ആണ്. കമ്പയർ ഇറ്റ് വിത്ത് സ്റ്റാൻഡേർഡ് റെന്റ്, ദെൻ 107 ഈസ് കമ്പയർഡ് വിത്ത് 88. ദ ലോവസ്റ്റ് വിൽ ബി 88. ദെൻ കമ്പയർ ഇറ്റ് വിത്ത് ആക്ച്വൽ റെന്റ് റിസീവ്ഡ്, ടേക്ക് ദ ഹയസ്റ്റ്. ദെൻ 88 മസ്റ്റ് ബി കമ്പയർഡ് വിത്ത് 110. ദ ഹയസ്റ്റ് വിൽ ബി 110. സോ gross annual value will be 110. Then deduct the municipal tax paid, that is 3. Then 107 will be the net annual value or annual value. Okay. Then third case, municipal valuation is 105, fair rental value is 107. So highest of this will be 107. Compare it with the standard rent 88. Take the lowest, that will be 88. Then compare it with the actual rent 85. On comparing this actual rent received rupees 85 with the standard rent 88, 88 will be the highest. So take 88 as the gross annual value. Then deduct 4 as municipal tax paid. Balance 84 will be the annual value. And in the case of house property 4, municipal valuation is 105. Then fair rental value 107. The highest will be 107. Then compare it with the standard rent. Take the lowest. Then 107 will be the expected rent. Then compare the expected rent with the actual rent received, 112. The highest will be 112. Then gross annual value will be 112. Then deduct the municipal tax paid, which can be claimed as a deduction, that is 3. 112 minus 3, 109 will be the annual value in the case of house property 4. Okay, I shall tell the case of house property 4 once more. The municipal valuation of the house property 4 is 105, fair rental value is 107. So 107 will be the highest. So take it as the reasonable rent. Then compare it with the standard rent. Standard rent is 135. Then take the lowest, 107 will be the expected rent. Then compare the expected rent 107 with the actual rent received, that is 112. The highest will be actual rent received, that is 112. Then deduct the municipal tax paid, that is rupees 3. Then the resulting figure 109 will be the annual value in the case of fourth house property. And in the case of fifth house property, municipal valuation is 105, fair rental value is 107, highest will be 107. Then compare it with the standard rent. The reasonable rent should not exceed the standard rent. So 107 will be the reasonable rent or the expected rent. Then compare the expected rent 107 with the actual rent received, that is 96. On comparing 107 with 96, you can see that 107 will be the highest value. So 107 will be the gross annual value. Take 107 as the gross annual value, then deduct the municipal tax paid, that is 2. Then balance 105 will be the annual value of house property 5.
Okay. This is how the annual value of house properties are calculated. Hope you understood. Thank you.